അശ്വിൻ ശ്രുതിയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അശ്വിനും ശ്രുതിയും ആകാശും പ്രീതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതിനിടയിൽ പ്രീതി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ ആ ശ്യാമിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. നമ്മളൊന്നും കരുതുന്നത് പോലെയല്ല, അതിലും വലിയ ഫ്രോഡാ അവൻ എങ്ങനെയെങ്കിലും നമ്മളെ 4 പേരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. അവനിപ്പോ മനസ്സിലായില്ലേ, നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് അവന് എന്തായാലും അഞ്ജലി ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടുമെന്നും അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിലനിൽക്കാനായിട്ട് അവൻ എന്തും ചെയ്യുമെന്നാ എനിക്ക് തോന്നുന്നേ. അഞ്ജലി ചേച്ചിയെ ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. ചേച്ചി സത്യങ്ങളെല്ലാം അറിയുമ്പോ എങ്ങനെയാ പ്രതികരിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് ആകാശേ. അതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും. എന്നാ ഇതൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അഞ്ജലി ശ്രുതിയോട് പറഞ്ഞതെല്ലാം ശ്രുതി ഇങ്ങനെ ആലോചിക്കുക. നിന്നെ ഞാൻ എൻ്റെ അമ്മയെ പോലെയാ കാണുന്നത്, എൻ്റെ അമ്മ തന്നെയാ നീ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി സംസാരിച്ചതെല്ലാം ശ്രുതി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്താ ശ്രുതി, നിനക്കെന്താ പറ്റിയേ? അത് എന്താ, നിനക്കെന്തെങ്കിലും വയ്യായുണ്ടോ? അതല്ല, ഞാൻ അഞ്ജലി ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചതാ. ചേച്ചി എന്നെ സ്വന്തം അമ്മയെ പോലെ കാണുന്നെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ സത്യങ്ങളെല്ലാം അറിയുമ്പോ അഞ്ജലി ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവോ? നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇത് നീ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അഞ്ജലി ചേച്ചി അതൊക്കെ മനസ്സിലാക്കും. നിന്നെ അഞ്ജലി ചേച്ചി അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ മനസ്സിലാക്കാൻ അഞ്ജലി ചേച്ചിക്ക് കഴിയും. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നേ. നീ വെറുതെ ഇപ്പൊ തന്നെ അതൊക്കെ ഓർത്ത് വെറുതെ തല പുകയ്ക്കണ്ട. പ്രീതി, നീ ശ്രുതിയെ കൂട്ടി റൂമിലോട്ട് പൊക്കോ, ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്ക് എന്നും പറഞ്ഞ് അശ്വിൻ ശ്രുതിയെ പ്രീതിയുടെ കൂടെ വിടുന്നുണ്ട്. എന്നാ അശ്വിനും വലിയ സങ്കടമായിരിക്കും ശ്രുതി ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ. ആകാശേ, ഞാൻ ശ്രുതിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവളെ ഒരുപാട് ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ അത്രയേറെ സ്നേഹിക്കുക ചെയ്യുന്നത്. അവളെ ഇനി ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല എന്ന് കരുതിയതാ. പക്ഷേ അവൾ ഈ കാര്യത്തിലൊക്കെ സങ്കടപ്പെടുമ്പോൾ എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഏട്ടനത് എൻ്റെ അടുത്തല്ല പറയേണ്ടത്. അത് പറയേണ്ടതേ ശ്രുതിയോട് തന്നെയാ. എന്നോട് പറഞ്ഞിട്ടെന്താ? സ്നേഹം തുറന്നു പറയേണ്ടതേ ശ്രുതിയുടെ അടുത്താ. ഇനി എന്തിനാ അതിനിത്ര താമസം? എല്ലാം അങ്ങ് ഏട്ടൻ തുറന്നു പറ. ശ്രുതി എങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് ഏട്ടന് അറിയുന്നതല്ലേ. നമ്മൾ അവരെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നല്ല ചുറുചുറുക്കോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു പെൺകുട്ടിയായിരുന്നു. മാത്രമല്ല, എല്ലാവരോടും എത്ര സ്നേഹത്തിലാ അവൾ സംസാരിക്കും പെരുമാറും ചെയ്യുന്നത്. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാ. പക്ഷേ അവളുടെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. ഏട്ടൻ ഇനിയും എന്തിനാ ശ്രുതിയെ എങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ഏട്ടൻ ഇനി സമയം കളയണ്ട. ശ്രുതിയോടുള്ള ഇഷ്ടം പെട്ടെന്ന് തന്നെ തുറന്നു പറയാൻ നോക്ക്. ആകാശേ, ഞാൻ പലതവണ അത് തുറന്നു പറയാൻ ശ്രമിച്ചതാ. അപ്പോഴൊന്നും എനിക്കതിന് സാധിച്ചില്ല. ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകണ്ട. എല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങൾ നല്ല പോലെ സ്നേഹത്തിൽ ജീവിക്ക്. അങ്ങനെയേ ആ ശ്യാമിനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാ പറയുന്നേ. അങ്ങനെ അശ്വിനും അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നീടായി കാണിക്കുന്നത് ആകാശിന്റെ അടുത്തോട്ട് പ്രീതി വരുന്നതാണ്. ആകാശ് പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എവിടെ? അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഒരു തരത്തില് സമാധാനപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട്. എന്നാലും അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ വിഷമിക്കുന്നത് ഏട്ടനാ. ശ്രുതിയോടുള്ള സ്നേഹം തുറന്നു പറയണമെന്ന് ഏട്ടൻ പറയുന്നുണ്ട്. അത് എത്രയും വേഗം നടക്കും. അത് കഴിഞ്ഞാൽ അവര് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കും. അതുതന്നെ ആകാശേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാലും ആ ശ്യാം ദുഷ്ടൻ ശ്രുതിയോടും എൻ്റെ ചേച്ചിയോടും ചെയ്തത് അത്രയും വലിയ ക്രൂരതയാ. ഞാനും അങ്ങനെ തന്നെയല്ലേ നിന്നോട് ചെയ്തത്? നിന്റെ ഇഷ്ടമില്ലാതെയല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്? അതിന് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്താ ആകാശേ, ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. ഇപ്പം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയല്ലേ മുന്നോട്ട് പോകുന്നത്. പിന്നെന്തിനാ അതൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്നാലും അവൻ നിങ്ങളുടെ കുടുംബത്തെ മൊത്തമല്ലേ ചതിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്ക് ആരുമില്ല എന്ന് തോന്നിയ സമയമായിരുന്നു. അപ്പോൾ സഹായങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ അത്രയും വിശ്വസിച്ചു പോയതാ ഞങ്ങൾ അവനെ. എൻ്റെ ശ്രുതിയോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ലെങ്കിലും മിക്കവാറും പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. എന്തൊക്കെ തരത്തിലാ പെൺകുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വീട്ടിൽ പൈസ ഇല്ലെങ്കിൽ പറയും അവൾക്കൊരു രാശിയുമില്ല, അതുകൊണ്ടാ ആ വീടിങ്ങനെ ദാരിദ്ര്യം പിടിച്ചോണ്ടായതെന്ന്. എന്നാ പൈസയുണ്ട്, സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടാലോ, സ്വന്തം ഇഷ്ടത്തിന് നടന്നാലോ പറയും തന്നിഷ്ടക്കാരിയാ, അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന്.
എന്നാലോ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ജോലിക്ക് പോവാനോ പഠിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അങ്ങനെ എത്രയെത്ര കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. നമ്മുടെ ക്യാരക്ടർ തന്നെ എന്താണെന്ന് അറിയാതെ നമ്മൾ കൺഫ്യൂഷൻ ആവുന്ന ഒരുപാട് സമയമുണ്ട്. പിന്നെ കല്യാണക്കാര്യം, കല്യാണം കഴിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തു പറയുന്നു അതനുസരിക്കുക. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ ഓരോ പെൺകുട്ടികളും ഓരോ ദിവസം അനുഭവിച്ചു വരുന്നത്. അതുപോലൊക്കെ തന്നെയാ എല്ലാവരുടെയും കാര്യം. എനിക്കിനി ആകെ കൂടെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അശ്വിനും ശ്രുതിയും അത്രയും സ്നേഹിച്ച് മുന്നോട്ട് പോകണം. ആരൊക്കെ വിചാരിച്ചാലും അവരെ പിരിക്കാൻ പറ്റരുത്. അതുമാത്രമേ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹമായിട്ടുള്ളൂ. അതുമാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കാര്യത്തിൽ ഒരാഗ്രഹവും ഇല്ലേ? അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെ ആയിരിക്കും. ശ്രുതി റൂമിൽ തുണിയെല്ലാം മടക്കി വെക്കുക. ഈ സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ടും അശ്വിൻ സാറിനെ കണ്ടില്ലല്ലോ. അല്ലെങ്കിലും ഞാനെന്തിനാ അതൊക്കെ തിരക്കുന്നേ? അല്ല, കുറച്ചു മുൻപ് ഇവിടുന്ന് ശബ്ദം കേട്ടതാ. റൂമിലോട്ട് വരുന്നത് കാണുന്നില്ല. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും ശ്രുതി. അങ്ങോട്ടേക്ക് പാട്ടും പാടിക്കൊണ്ട് അശ്വിൻ വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാലും പെരുമാറ്റത്തിലും ആള് നല്ല കുടിച്ചു പൂസായിട്ട് വരുമെന്നാണ് തോന്നുക. പക്ഷേ കുടിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അശ്വിൻ സാറേ, ഞാൻ ഇപ്പം മുത്തശ്ശിയെ വിളിക്കും. പണ്ടാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കള്ളും കുടിച്ചു വരും. ഇപ്പം എന്ത് കാര്യത്തിനാ നിങ്ങളിപ്പോൾ കുടിച്ചത്? ഞാനെന്തായാലും ഇത് മുത്തശ്ശിയോട് പോയി പറയട്ടെ. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടും. അങ്ങനെ ശ്രുതിയുടെ കൈങ്ങ് പിടിച്ച് കെട്ടിയങ്ങ് പിടിക്കുന്നുണ്ട്. കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശ്രുതി അങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. മണമൊന്നും ഇല്ലല്ലോ. അപ്പോ കള്ളം പറഞ്ഞതാ കുടിച്ചു എന്ന്? അതെ, ഞാൻ കള്ളം പറഞ്ഞതാ. നിന്നെ ഒന്ന് പറ്റിക്കാനായിട്ട് പറഞ്ഞതാ. നീ എങ്ങനെയാ പെരുമാറുകയെന്ന് എനിക്കൊന്ന് കാണുമായിരുന്നു. അതുമാത്രമല്ല, നിന്റെ ഈ ദേഷ്യം കാണാനാ ഞാൻ ഇങ്ങനൊരു കള്ളം പറഞ്ഞത്. ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. അല്ല, നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷക്കുറവ്? നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? എനിക്കെന്ത് സങ്കടം? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചേ? ചുമ്മാ ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ നമുക്കൊരു യാത്ര പോയാലോ? എന്ത് യാത്ര? അതൊക്കെയുണ്ട്. നാളെ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തോട്ട് നീ എൻ്റെ കൂടെ വരുമോ? ഓ പിന്നെ, നിങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് ഞാനെന്തിനാ വരുന്നേ? അല്ലെങ്കിൽ വിളിക്കുമ്പോഴേക്ക് ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നേ? ശ്രുതി, ഇനി നീയായിട്ട് എന്നോട് ഇഷ്ടം പറയില്ല എന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് നിന്നോട് ഞാൻ ഇഷ്ടം പറയാന്ന് തന്നെ തീരുമാനിച്ചു. അതിനാ നാളെ ഞാൻ നിന്നോട് വരാനായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും മനസ്സിൽ പറയാ. അല്ല, എന്താ അശ്വിൻ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എൻ്റെ മുഖത്ത് നോക്കി പറയണം. ഞാൻ പറഞ്ഞല്ലോ നീ എൻ്റെ കൂടെ വരാനായിട്ട്. അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. എന്നോട് നല്ല ബഹുമാനത്തില് നല്ല സ്നേഹത്തോടു കൂടി പറയണം. എന്നാലേ ഞാൻ വരൂ. അങ്ങനെയാണോ? എന്നാ ഞാൻ പറയാം. എൻ്റെ ശ്രുതി, നാളെ എൻ്റെ കൂടെ ഒരിടം വരെ വരുമോ? എങ്ങോട്ടാന്നൊന്നും ചോദിക്കരുത് പ്ലീസ്. ഒന്ന് വരുമോ എന്നും ചോദിച്ച് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സമ്മതം പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാം. ശ്രുതി, എൻ്റെ കൂടെ നാളെ വരുമോ? അങ്ങനെ ശ്രുതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ശരി, ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, പാവം തോന്നിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ വരുമൊന്നുമില്ല. ഞാൻ വരാം. എങ്ങോട്ടാന്ന് പിന്നെ പറയില്ലല്ലോ അല്ലേ? അത് പറയില്ല, അത് സർപ്രൈസാ. എന്നാ അശ്വിൻ പറയുന്നു. എന്നാ ഞാൻ കിടക്കട്ടെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാം എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുന്നു. അശ്വിനാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ശ്രുതിയോടുള്ള സ്നേഹം പറയാൻ പോകുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും എടുത്തു പോയിട്ടാ. അവരെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ്, അവരുടെ മുൻപിൽ വെച്ചാണ് ശ്രുതിയോട് ഇഷ്ടം തുറന്നു പറയാൻ പോകുന്നത്. നാളെ ആ വിശേഷമായിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.